ചൈനയിൽ സ്ഥിരീകരിച്ച ശ്വാസകോശ സംബന്ധ അസുഖമായ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് വ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നായിരുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ പറഞ്ഞത്. ചൈനയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അസുഖം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണ യോഗം ചേർന്നിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയം സംയുക്ത മോണിറ്ററിംഗ് ഗ്രൂപ്പ് യോഗം വിളിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പൊതുജനങ്ങൾക്കായി പ്രസ്താവന പുറപ്പെടുവിച്ചത്. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും മറ്റ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലെയും വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ശേഖരിച്ചു വരികയാണ്. ലഭിക്കുന്ന വിവരങ്ങൾ ഉടനടി അറിയിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയോട് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം രോഗം പടരുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ചൈനയിലേക്കുള്ള യാത്രാ പദ്ധതികൾ പുനഃപരിശോധിക്കണമെന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരണവുമായി ചൈന രംഗത്തെത്തി. ശൈത്യകാലത്ത് ശ്വാസകോശ അണുബാധകൾ കൂടുതലാണെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞു. രാജ്യത്തെ പൗരന്മാരുടെയും ചൈനയിലേക്ക് വരുന്ന വിദേശികളുടെയും ആരോഗ്യത്തെക്കുറിച്ച് ചൈനീസ് സർക്കാർ ശ്രദ്ധാലുവാണെന്ന് ഉറപ്പു നൽകാൻ കഴിയും. ചൈനയിലേക്ക് യാത്ര ചെയ്യുന്നത് സുരക്ഷിതമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം രാജ്യത്തെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറയുകയാണെന്നും രോഗം അതിവേഗം വ്യാപിക്കുകയാണെന്നുമുള്ള റിപ്പോർട്ടുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ രോഗത്തിന്റെ തീവ്രത കുറവാണെന്നും എന്നാൽ മുൻവർഷത്തെ അപേക്ഷിച്ച് ചെറിയ തോതിൽ പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് മാവോ നിങ് മറുപടി പറഞ്ഞത്. ചൈനയിലെ നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ പൗരന്മാരോടും വിനോദസഞ്ചാരികളോടും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് HMPV കേസുകൾ പടരുന്നതെന്നാണ് വിവരം. ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസാണ് HMPV. ശ്വാസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അണുബാധയാണിത്. പ്രായമായവരും കുട്ടികളും പ്രതിരോധശക്തി കുറഞ്ഞവരുമാണ് അപകടസാധ്യതാ വിഭാഗത്തിലുള്ളത്. HMPV ആദ്യമായി സ്ഥിരീകരിച്ചത് 2001-ലാണ്. നിലവിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു. അതേസമയം ഇപ്പോഴും ലോകാരോഗ്യ സംഘടന ഇതിനെക്കുറിച്ച് വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. പല മാധ്യമങ്ങളിലും ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ ആശുപത്രികൾ നിറഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ്.